അധ്വാനിച്ച് ജീവിക്കുന്നത് സന്തോഷമുള്ള കാര്യമാണെന്ന്. അതിനൊരവസരം എനിക്ക് തരണം. ശരി മോളെ, നിന്റെ സന്തോഷം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. ശരി ബാലമാമ. ചേട്ടാ, ഞാൻ മോഷ്ടിച്ചില്ല എന്ന് വിശ്വസിച്ചതിന്. ഞാൻ വിശ്വസിച്ചിട്ട് എന്താ കാര്യം? ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചു ആരാ കാശെടുത്തേന്ന്? നീ പറഞ്ഞില്ലല്ലോ. സോറി, ഞാനത് പറയാത്തത് കൊണ്ട് അക്കുച്ചേട്ടന് വിഷമായിട്ടുണ്ടാവും എന്നറിയാം. പക്ഷെ അത് പറയാൻ എന്നെ നിർബന്ധിക്കരുത്. നിന്നെ വിശ്വസിച്ച് ഞാൻ നിന്നോട് ചോദിച്ചത് ആരാ കാശെടുത്തേന്ന്. പക്ഷേ എന്നേക്കാൾ വിശ്വാസം നിനക്ക് അവരോടാണല്ലോ. ശരി, എന്തായാലും ഇനി രാത്രി പുറത്തിറങ്ങണ്ട. എനിക്ക് അക്കുച്ചേട്ടനോടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ കാര്യം? പറഞ്ഞു. ഇങ്ങനെ തിരിഞ്ഞു നിന്നാ ഞാൻ എങ്ങനെ പറയാനാ? നീ പറഞ്ഞോ. ഞാൻ വീണ്ടും തുണിക്കച്ചവടത്തിന് പോകാൻ തീരുമാനിച്ചു. നിനക്കെന്താ ഭ്രാന്താണോ? നീ കച്ചവടത്തിന് പോയാ നാട്ടുകാര് അച്ഛനെ കുറ്റം പറയില്ലേ? അതൊന്നും വേണ്ട. നിനക്ക് എന്താ ആവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. വേണ്ട, അക്കുച്ചേട്ടൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്താലും അതിന്റെ പ്രശ്നം മുഴുവൻ അക്കുച്ചേട്ടനായിരിക്കും. ഇത് ഞാൻ കുറെ ആലോചിച്ചെടുത്ത തീരുമാന. നിനക്ക് ഞാൻ എന്തെങ്കിലും ചെയ്താ അത് അമ്മയ്ക്ക് ഇഷ്ടാവില്ലെന്ന് വിചാരിച്ചല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ അച്ഛനോട് പറയാം, അച്ഛൻ നോക്കിക്കോളൂ. അമ്മ അറിയാതെ അച്ഛൻ കാശ് കൊടുത്തോളൂ. അക്കുച്ചേട്ടാ, കച്ചവടത്തിന് പോകുന്ന കാര്യം ഞാൻ ബാലമാമനോട് പറഞ്ഞായിരുന്നു. ബാലമാമൻ സമ്മതിക്കുകയും ചെയ്തു. അക്കുച്ചേട്ടനും കൂടി സമ്മതിച്ചാ മതി, പ്ലീസ്. നീ എന്നോട് പോണോ വേണ്ടോന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ എന്റെ തീരുമാനം പറയുമായിരുന്നു. ഇപ്പോ നീ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞില്ലേ? ഇത് ജസ്റ്റ് ഇൻഫർമേഷൻ അല്ലേ? നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്തു തരാം. ഒന്നും വേണ്ട അക്കുച്ചേട്ടാ, എനിക്ക് വണ്ടി തിരികെ വാങ്ങി തന്നില്ലേ, അത് മതി. ശരി. ഇതൊന്നും ഇവിടെ പതിവില്ലാത്തതാണല്ലോ. ചാരോ, വിശന്നിട്ടാണ് കണ്ണ് കാണാൻ വയ്യ. ഫുഡ് റെഡിയാണല്ലോ. ചാരുവിനെയാണെങ്കിൽ കാണുന്നില്ല. പിന്നെ ഇത് ആരാ ഉണ്ടാക്കിയേ? ഇനിയിപ്പോ അച്ചു എങ്ങാനുമാണോ? ആഹാ, സൂപ്പറായിട്ടുണ്ട്. അച്ചു അല്ല ഉണ്ടാക്കിയത്, ചാരു തന്നെയാ. അല്ല, ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഈ ചാരു ഇത് എവിടെ പോയി അച്ചു?
വരൂ. സാരികൾ, പാവാടകൾ, നൈറ്റുകൾ, ബ്ലൗസ് പീസുകൾ എല്ലാം മിതമായ വിലയ്ക്ക്. കൂടാതെ സാരികൾക്ക് വമ്പിച്ച ഓഫർ. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. എന്തുവാടി ഈ മൈക്ക് വെച്ച് അലറിക്കൊണ്ടിരിക്കുന്നേ? അമ്മേ, ചാരു ഇന്നു മുതൽ കച്ചവടത്തിന് പോകുന്നുണ്ട്. കച്ചവടത്തിനോ? അതെ അമ്മേ. ആരോട് ചോദിച്ചിട്ട് ഇവള് ഇതൊക്കെ ചെയ്തേ? തന്നിഷ്ടം കാണിക്കാറായോ ഇവള്? ചോദിക്കേണ്ടവര് ചോദിച്ചിട്ട് തന്നെയാ ചാരുമോള് പോകുന്നത്. ഓ, അപ്പൊ എല്ലാം തീരുമാനിച്ചു വെച്ചതാ അല്ലേ? ഞാനൊരുത്തി ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഓർത്താ നല്ലതാ. നിന്നോട് പറഞ്ഞിട്ട് എന്തിനാ? അവളെ നീ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ലല്ലോ. ഇത്ര പെട്ടെന്ന് എല്ലാം റെഡിയായോ? ഇറങ്ങാൻ പോകുന്നു ബാലമാമ. എഴുന്നേക്ക് മോളെ, എഴുന്നേക്ക്. ചാരുവിന്റെ സഞ്ചരിക്കുന്ന തുണിക്കട ഇതാ നിരത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു. എല്ലാവർക്കും സ്വാഗതം. ആശു ചേച്ചി, അമ്മയോട് എന്താ വേണ്ടെന്ന് ചോദിക്കോ. ആദ്യം അമ്മായിക്ക് കൊടുത്തിട്ടാവും ബാക്കിയുള്ള കച്ചവടം. കുടുംബത്തിന്റെ മാനം കളയാൻ വേണ്ടിട്ട് ഇറങ്ങി തിരിച്ചിരിക്ക, തെരുവ് തോറും തെണ്ടാനായിട്ട്. അധ്വാനിച്ച് ജീവിക്കുന്നത് ഒരു മാനക്കേടുമില്ല. ആ, ആ. നിന്റെ മോനെ പോലെ പറ്റിച്ചു തിന്നുന്നതാ നാണക്കേട്. ചരുമോളെ, നീ ഒരു സാരി എടുത്ത് അശ്വതിക്ക് കൊടുക്ക. ആദ്യത്തെ കച്ചവടം ഇവിടെ തന്നെ ആവട്ടെ. താങ്ക് യു ചാരു.